ഇത് പിന്നെ 2022 പിന്നെ ഡീസൽ ആട്ടോയാണ്. പുതിയ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമ്മളെല്ലാ പണിയും കഴിഞ്ഞതാണ്. ഇപ്പം പണി പൂർത്തീകരിച്ചിട്ടില്ല, ചെയ്തെടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ഇത് 2024 12-ാം മാസം വണ്ടിയാണ്. ഒരു വർഷം ആകുന്ന വണ്ടി. ഒരു വർഷം ആയുള്ളൂ? ഒരു വർഷം കറക്റ്റ് ആവുന്ന വണ്ടി. ഇത് 2018 പ്രൈവറ്റ് ജീത്തോയാണ്. ഇത് 1.22 ഓടിയിട്ടുണ്ട്. 20,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എൻജിൻ പണിഞ്ഞിട്ട് പുതിയ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് 2018 ലാസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ 81,000 കിലോമീറ്റർ. 2019 2019 മോഡൽ. ഓണർഷിപ്പ്? ഫസ്റ്റ് ഓണർഷിപ്പ് 1.10 കൊണ്ട് വണ്ടി ഓടിയതാണ്. ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന റേറ്റാണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന് പറയുന്ന ഭാഗത്ത്, കാരങ്കോട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട്, കാരങ്കോടെന്നും കുരിശുമൂടെന്നും പറയും, അങ്ങനെ പറയുന്ന സ്ഥലത്തുള്ള ശബരി ഓട്ടോസിലാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. നമ്മുടെ ജയണൻ്റെ ഷോപ്പിലായിട്ടാണ് വന്നേക്കുന്നത്. അത്യാവശ്യം വണ്ടികളെല്ലാം സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയും ജീത്തോ പിന്നെ വെള്ളിമുങ്ങ, ഇത് മൂന്നും എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. ഒരു കാറും, കഴിഞ്ഞ പ്രാവശ്യം കാറിൻ്റെ എണ്ണം കൂടുതലായിരുന്നു, ഇപ്രാവശ്യം കാർ ഒന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ജയണ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? കച്ചവടം കുഴപ്പമില്ല. ഇനി തൊട്ട് ഒരു നമ്പർ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എൻ്റെ സുഹൃത്തെ, ഇത് ഫോൺ കാരണം നമ്മളെ ഒരു വീഡിയോ കണ്ട ഉടനെ അവരിങ്ങ് വിളിക്കും. അവർക്ക് ആവശ്യമുണ്ടില്ല. പക്ഷെ അവർക്ക് ആവശ്യമില്ലാത്ത കേട്ടാലും നമുക്കൊരു ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഫോണാണ്. ശല്യം ചെയ്യും. ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇത് ആവശ്യമുള്ളവരും ഇല്ലാത്തവരും ഒരു വീഡിയോ കണ്ട ഉടനെ ഫോൺ കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ ശല്യം എന്ന് പറയത്തില്ല, എങ്കിലും നമുക്കൊരു സഹിക്കബിളല്ല. ആവശ്യമുള്ളവർ വിളിച്ചോട്ടെ, നമുക്കത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വീഡിയോ കണ്ടുടനെ ഒരു ഫോൺ എടുത്തിട്ട് ആവശ്യമുള്ളവരില്ലാത്തവരും അങ്ങ് വിളിച്ചുകൊണ്ടിരുന്നാൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത്തവണത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ്? നമ്മളതിൽ ഇപ്പോൾ 1,000 രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്. ഇത്തവണ കാറൊന്നും ഇല്ലല്ലോ, എന്ത് പറ്റി? കാറ് ഒരെണ്ണേ ഉള്ളൂ. കിടന്നേക്കെ അങ്ങ് പോയി, കിടന്നേക്കെ കൊടുക്കും. ഓക്കെ. വഴി കൊല്ലം തിരുവനന്തപുരം ഹൈവേ ആണിത്. നാഷണൽ ഹൈവേയിൽ പിന്നെ ചാത്തന്നൂർ കഴിഞ്ഞിട്ട് കല്ലുവാകലിനിടയ്ക്ക്, കല്ലുവാകലിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പിറകിലും പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കല്ലുവാകൽ കഴിഞ്ഞിട്ടുമാണ് പാറയിൽ ജംഗ്ഷൻ. പാറയിൽ ജംഗ്ഷൻ ശബരി ഓട്ടോ സെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികൾ നോക്കാം. ഓക്കെ. ഇത് പിന്നെ 2022 പിന്നെ ഡീസൽ ആട്ടോയാണ്. പുതിയ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമ്മളെല്ലാ പണിയും കഴിഞ്ഞതാണ്. ഇപ്പം പണി പൂർത്തീകരിച്ചിട്ടില്ല, ചെയ്തെടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ഇത് ഓണർഷിപ്പ് എങ്ങനെ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. പുതിയ ടെസ്റ്റാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. കുറഞ്ഞ റെക്സിനല്ല, നമ്മൾ ഏറ്റവും കൂടിയ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കൂടിയ സാധനം മേടിച്ചാൽ ഇത് അടിച്ചിരിക്കുന്നത്. സീറ്റ് കവർ അല്ലേ? സീറ്റ് കവർ. വണ്ടിക്ക് അകമൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെയ്തല്ലേ ഉള്ളൂ. അല്ല, അത് ഒന്ന് മെൻഷൻ ചെയ്താ. അപ്പോൾ എത്ര ചോദ്യം എത്രയാ? ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ വില തീരുമാനിച്ച് കൊടുക്കും. ഓക്കെ. ഈ ടയർ മാറി കൊടുക്കും? 3 ടയറും മാറ്റും. ഓക്കെ. വേറെ ഈ പറയത്തക്ക അപാകതകൾ എന്തെങ്കിലും? ഒന്നുമില്ല. ആക്സിഡന്റ് കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഒന്നുമില്ല. വണ്ടി കാണാൻ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് 2024 12-ാം മാസം വണ്ടിയാണ്. ഒരു വർഷം ആകുന്ന വണ്ടി. ഒരു വർഷം ആയുള്ളൂ? ഒരു വർഷം കറക്റ്റ് ആവുന്ന വണ്ടി. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. ഇതിന്റെ കിലോമീറ്റർ പറയാൻ പറ്റുമോ? കിലോമീറ്റർ അതിനകത്തുണ്ടല്ലോ, ഡിജിറ്റൽ കിടപ്പുണ്ടല്ലോ. അല്ല, ചിലവർ പറയും ഓട്ടോറിക്ഷയുടെ കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കില്ല. 1,20 കിലോമീറ്റർ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഇതിനകത്തൊക്കെ മറിക്കുന്നത് ആരാ? അല്ല, അതാ ഞാൻ ചോദിച്ചത്. ചില ആൾക്കാരേ ഇല്ല അത് ക്ലിയർ ആയിട്ട് പറയത്തില്ല ഓട്ടോറിക്ഷയുടെ. വെള്ളിമൂങ്ങയുടെ ആണെങ്കിൽ പിന്നും പറയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ മറിക്കുന്ന ആരാ മറിക്കുന്നത്? എത്ര ചോദിക്കുന്ന വില? ഇത് 2 ലക്ഷം രൂപ. ഇപ്പം ഈ CNG ഓട്ടോറിക്ഷയ്ക്ക് എങ്ങനെ വിലയുണ്ടോ? ഫസ്റ്റ് നല്ല വണ്ടി? വണ്ടിക്ക് പിന്നെ പുതിയ വണ്ടിക്ക് വിലയില്ലേ? പുതിയ വണ്ടി ഏകദേശം 290, 3 പിന്നെ ഇതുപോലെ ചെയ്തു വരുമ്പോൾ 3.5 മേളിലാവും. അടുത്ത 2024 വണ്ടിയാണ്. അത് ഫുള്ള് പിന്നെ കമ്പനി പ്ലാറ്റ്ഫോം, എല്ലാ കാര്യങ്ങളും പിന്നെ കമ്പനി പെയിൻറ്റ്. ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത്
13,684 കിലോമീറ്റർ ആയത്. ഓ, പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി, 13 മാസമായ വണ്ടിയാണ്. വണ്ടി നല്ല നീറ്റായിട്ട് കൊണ്ട് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നല്ല നീറ്റ്നെസ് ഉണ്ട്. എത്ര ചോദ്യം? ഇത് 2 ലക്ഷം രൂപ ഇൻഷുറൻസ് എടുത്ത് പേര് മാറ്റി കൊടുക്കുന്ന വില. 2 ലക്ഷം. അടുത്തതും ഇത് തന്നെ സെയിം 24 വണ്ടിയാണ്. ഇതും കിലോമീറ്റർ. ഈ CNG വണ്ടിയാകുമ്പോഴേ മൈലേജ് എങ്ങനെയാണ്? മൈലേജ് തന്നെ മൈലേജ്. ഒരു ടാക്സി CNG പമ്പുള്ളിടത്ത് ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത്. പമ്പ് വേണമെന്നുള്ളതാ. പമ്പ് വേണമെന്നേ ഉള്ളൂ. കാര്യം 50-ന് മേലെ മൈലേജ് ഉണ്ട്. അത്ര ഉണ്ടോ? പിന്നെ 23,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. കൊള്ളാം. ഫ്ലോറൊക്കെ ആണെങ്കിലും വൃത്തിയുണ്ട്. കൊള്ളാം. എത്ര ചോദ്യം? ഇതും 2 ലക്ഷം രൂപ. നമ്മൾ CNG എല്ലാം ആ റേറ്റ് തന്നെ. 2024 എല്ലാം 2 ലക്ഷം രൂപ. ഓക്കെ. ഇത് 23. ഇത് നമ്മൾ പേര് മാറി പിന്നെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഈ വണ്ടി 185-ന് ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കും. ഇത് 32,000 കിലോമീറ്റർ. ഇതോ അല്ല, ഇത് 32,000 കിലോമീറ്റർ. അതെ അതെ. എത്ര സർവീസ് പോലും ചെയ്തിട്ടില്ല വണ്ടി. വണ്ടി വന്ന രീതിയിൽ കിടക്കുക. എന്നാലും വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. അത് വലിയ അപാകതകൾ കണ്ടിട്ട് തോന്നുന്നില്ല. ടോപ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? എത്ര? ഇത് 180-ന് നമ്മൾ പുതിയ 2 വർഷത്തെ പേപ്പറാക്കി പേര് മാറി കൊടുക്കും. 180. അതെ. അടുത്തത് 2018 വണ്ടിയായത്. ഓണർഷിപ്പ് എത്ര? ഇതോ ഓണർഷിപ്പ് സെക്കൻഡ് ആയത്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എന്താ ഓടി? കിലോമീറ്റർ 110 ഓടിയിട്ടുണ്ട്. 110. വെള്ളിമൂങ്ങ മൈലേജ് എങ്ങനെ ആയിരിക്കും? വെള്ളിമൂങ്ങ 25-നും 30-നും ഇടയ്ക്ക് മൈലേജ് കിട്ടും. ചില വണ്ടികൾക്ക് 30-ന് മേളിലും കിട്ടും. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ വൃത്തിയാണ്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നേ? ഇത് നമ്മൾ ചോദിക്കുന്ന വില 250. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കുന്ന വില. അപ്പോൾ എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് ഒരു 160 ഫിനാൻസ് കിട്ടും. ചില ഏരിയകളിൽ 170 കിട്ടും. വെള്ളിമൂങ്ങ എല്ലാം ടാറ്റ എയർസ് എല്ലാം ഒരു 80 രൂപയെങ്കിലും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും അല്ലേ? പിന്നെ എക്സ്ട്രാ ഫിനാൻസ് ചിലവും വേണ്ടി വരും. അതെന്തോ? ഫിനാൻസ് ചിലവെന്ന് പറഞ്ഞ് അവരുടെ ഡോക്യുമെൻറ്റേഷൻ ചാർജ് എല്ലാം കൂടിയൊക്കെ ഒരു പൈസ ആവും. 10 രൂപ. ശരാശരി 10 രൂപ മേളിൽ പോകും. ഇത് 2014 വണ്ടിയാണ്. ഇതിൽ ചെറിയ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. വണ്ടി വൃത്തിയായി കൊടുക്കും. നമ്മളെടുത്തുകൊണ്ട് വന്ന ഇതുവരെ പെയിൻറ്റ് വരെ ഒന്നും ചെയ്തിട്ടില്ല. വാഷ് പോലും ചെയ്തിട്ടില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്. ബാക്ക് ടയർ മോശമാണ്, ഫ്രണ്ട് ടയർ നല്ല ടയറുണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? ഇതൊക്കെ നമ്മൾ കിലോമീറ്റർ കറക്റ്റ് പറയാനൊന്നും പറ്റത്തില്ല. എന്നാലും ഒരു 1.5 അടുത്തെങ്ങാണ്ട് ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 1.5. വണ്ടി പക്ഷെ നീറ്റാണ് കേട്ടോ, വൃത്തിയുണ്ട് കാണാൻ. ഫ്ലോറൊക്കെ ആണ്. പക്ഷേ ഇതുപോലെ അവിടെ ഒരു പാച്ച് വർക്ക് ഉണ്ടല്ലോ. ഇവിടെ അതൊക്കെ ചെയ്ത് കൊടുക്കും. ഡോറിൻ്റെ അവിടെ ചെറിയ പാച്ച് വർക്ക് ഉണ്ട്. വണ്ടി ഓവറോൾ കാണാൻ വേറെ വൃത്തികളൊന്നുമില്ല. അപ്പുറത്തെ സൈഡ് ഡോറിൽ ചെറിയൊരു പാച്ച് വർക്കിൻ്റെ മാത്രമേ കണ്ടുള്ളൂ. എത്ര ചോദ്യം? എത്രയാ? ഇത് 165. നമ്മൾ വൃത്തിയായി കൊടുക്കുന്ന റേറ്റാണേ. പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വൃത്തിയായി കൊടുക്കും. വൃത്തിയാക്കി ചെയ്ത് കൊടുക്കുന്ന റേറ്റ്. ഇത് 2015. ഇത് ടെസ്റ്റ് 2 മാസമേ ഉള്ളൂ. വേണമെങ്കിൽ പുതിയ ടെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കുന്ന നമുക്ക് 2.5-ന് ഇതെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറയുകയാണെങ്കിൽ റേറ്റ് വ്യത്യാസം വരും? തീർച്ചയായിട്ടും വരും. ഓക്കെ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 120 കണ്ട കാണിക്കുന്നത്. ഇത് 120. ടയർ കിടന്ന് കറങ്ങിയിട്ടുണ്ട് നല്ലപോലെ. എത്ര ചോദ്യം? 2.5 ടെസ്റ്റ് ചെയ്ത്. ഇത് 2018 പ്രൈവറ്റ് ജീത്തോയാണ്. ഇത് 1.22 ഓടിയിട്ടുണ്ട്. 20,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എൻജിൻ പണിഞ്ഞിട്ട് പുതിയ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? എന്തോ? ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ്. അടിഭാഗത്തോട്ടൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദ്യം? എത്ര? ഇത് 340. 340. ജീത്തോ പൊതുവെ ഈ റേഞ്ച് ഉണ്ടോ? കാരണം എപ്പം ഞാൻ വന്ന് ജീത്തോ എടുത്താൽ ഈ റേഞ്ച് വരെ ജീത്തോക്ക് റേഞ്ചുണ്ട്. ഇത് 2015 പിന്നെ വണ്ടിയാണ്.
2015 ചെറിയ വണ്ടിയാണ്. ഇത് ക്ഷേമനിധി, ടാക്സ്, ഇൻഷുറൻസ്, ടെസ്റ്റ്, ടയറൊക്കെ മാറും. അതൊന്നും കാണിക്കണ്ട, മോശം ടയറാണ്. ആ, ഇതെല്ലാം ചെയ്ത് നമ്മളിപ്പം പുതിയ പെയിൻ്റ് എല്ലാം മെക്കാനിക്കലെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഓണർഷിപ്പ് എത്രയാണ്? കിലോമീറ്റർ 80 കാണിക്കുന്നത്. കിലോമീറ്റർ 80. ഓണർഷിപ്പ് 3. ഫുൾ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ്. ഫ്ലോറൊക്കെ നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 1.40 പേപ്പർ എടുത്ത് കൊടുക്കുന്നത്. 1.40? ആ, ഇത് 2010 ഈക്കോയാണ്. പുതിയ പേപ്പർ 2030 ഒക്ടോബർ വരെ പേപ്പറുണ്ട്. ടാക്സ് 30 വരെ ഉണ്ട്. പുതിയ ടെസ്റ്റ്, ഫസ്റ്റ് ഓണർ വണ്ടി, ഫസ്റ്റ് ഓണർ LPG ഉള്ള വണ്ടിയാണ്. വണ്ടിക്കകം കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1.45. ഇത് പേപ്പർ വർക്കൊക്കെ ഇനി എത്ര ആളുകൂടി ഉണ്ട്? പേപ്പറൊക്കെ എത്ര ആളുകൂടി? 2030 വരെ പേപ്പർ. 5 വർഷം ഫുൾ പേപ്പർ. ഇത് റീപ്ലേസ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അത് ടെസ്റ്റിന് നമ്മൾ മാറി. ആ, അല്ല വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി. അത് 2017 ലാസ്റ്റ് 2 വർഷം പേപ്പർ കിടക്കുന്ന വണ്ടിയായത്. ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്റർ 1.22 തോന്നുന്നത്. 1.22. വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണ്. എല്ലാം ഏകദേശം ഈ ഒരു റേഞ്ചിന് ഓടിയതായിരിക്കും കിട്ടുന്നത്. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കഴിവ് വെളുപ്പിക്കാണ്ട് വന്ന പോലെ കിടക്കാൻ തോന്നുന്നു. വൃത്തിയാക്കാറുണ്ട്, എന്നാലും വണ്ടി വൃത്തിയാണ്. ബാക്ക് സൈഡ് സീറ്റൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. ഓവറോൾ ബോഡി നോക്കുവാണെങ്കിലും വണ്ടിക്കൊരു വൃത്തിയുണ്ട്, കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് 2.35. 2.35. 2 വർഷം പേപ്പർ, പുതിയ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഇത് 2019 സിംഗിൾ ഓണർ വണ്ടി. 1ന് മേളിൽ ഓട്ടോ ഉണ്ട്. ഇത് ഫെബ്രുവരി വരെ ടെസ്റ്റ് ഉണ്ട്. പുതിയ ഇൻഷുറൻസ് തീർന്ന് നടക്കാൻ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. വണ്ടിക്കകം അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, കുഴപ്പമില്ല. നല്ല സീറ്റ് കവേഴ്സ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. പെയിൻ്റൊക്കെ ഇപ്പോൾ ചെയ്തതാണോ? പെയിൻറ്റ് ടച്ചും പോളിഷും ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒറിജിനൽ പെയിൻ്റാണോ? ഒറിജിനൽ പെയിൻ്റാണോ അപ്പോൾ കിടക്കണേ? ഒറിജിനൽ പെയിൻ്റാണ് കിടക്കണേ. ഒറിജിനൽ ഒരു 70% ഒറിജിനലുണ്ട്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ ഈ കണ്ടീഷനിൽ 2.70. 2.70. ആ, ഇത് 2018 ലാസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ, 81,000 കിലോമീറ്റർ. പേപ്പർ 2027 വരെ ഉണ്ട്. നമ്മൾ പുതിയ ഇൻഷുറൻസ് തീരാറായി. ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്ന റേറ്റ് 3.65. ഇൻഷുറൻസ് പാർട്ടി എടുക്കുമെങ്കിൽ 3.50. ആ, നമ്മൾ എടുത്തു കൊടുത്താൽ 10,000 രൂപ വ്യത്യാസം. നമ്മൾ എടുത്തു കൊടുത്താൽ 10,000 രൂപ വ്യത്യാസം. 12,000 രൂപ പിന്നെ പേര് മാറുന്ന പൈസയൊക്കെ ആവും. ഓക്കെ, ആ ചിലവ് നിങ്ങൾ വായിക്കണം. ആ, വണ്ടി നല്ല വൃത്തിയിൽ കിടക്കുന്ന വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണേ. ജെന്യൂൻ. ടയേഴ്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്, പുതിയ ടയറാണെന്ന് തോന്നുന്നു. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടി ബോഡിയൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടായിരിക്കുന്നത്. ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ല. ഇത് 2018 വണ്ടിയാണ്. 2018 2 വർഷം പേപ്പറുള്ള വണ്ടിയാണ്. 22 മാസം പേപ്പറുണ്ട്. ഇൻഷുറൻസ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് ഫസ്റ്റ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. എന്ത് ഓടിയിട്ടുണ്ട്? ഇതും 1ന് മേളിൽ ഓടിയിട്ടുണ്ട്. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. കമ്പനി പെയിന്റ് ഒരു 80% കമ്പനി പെയിന്റ് കിടപ്പുണ്ട്. ആ, ഓക്കെ. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. ഇത് കട്ട ടയറൊന്നും അല്ലല്ലോ? ടയറാണത്. ആണോ? എന്നാലും ഗ്യാരണ്ടി ഉള്ള ടയറാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 2.55. 2.55. ഇത് 2018 വണ്ടിയാണ്. 18 മാനുഫാക്ചറിങ് 17 ഉള്ളൂ. ഇത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കുന്ന റേറ്റാണ് പറയുന്നത്. 2.35 ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡായി. സെക്കൻഡ് ഓണർ. വണ്ടി കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്.
ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സീറ്റൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. കിലോമീറ്റർ എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്ററൊക്കെ 1-ന് മേളിൽ തന്നെ. 1-ന് മേളിൽ. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം. ഇത് പെയിൻ്റ് എങ്ങനെ ആട്ടാ? പുതിയ എടുത്തേക്കാണോ അതോ കമ്പനി പെയിൻ്റ് ആണോ? ഇത് റീപെയിൻറ്റും ഉണ്ട്, കമ്പനി പെയിൻറ്റും ഉണ്ട് കുറച്ച്. ആണ്. ടച്ച് ആൻഡ് പോളിഷും എല്ലാം കാണുമല്ലോ അല്ലേ? അതെ അതെ. ടാക്സി വണ്ടിയാകുമ്പം ടെസ്റ്റിന് ഓരോക്കെ ഉണ്ടായി ചെയ്ത് കൊടുത്തല്ലേ കിട്ടും. ഇത് 2013 പ്രൈവറ്റ് വണ്ടിയായത്. പ്രൈവറ്റാണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡാണെന്നാണ് തോന്നുന്നത്. തേർഡ്. മഞ്ഞ വണ്ടി. വണ്ടി ഇപ്പം എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ ഇത് 1-ന് മേളിൽ തന്നെ ആയിരിക്കും, നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. ടയേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 1.25. 1.25 ചോദ്യവും അതുപോലെ തന്നെ കിലോമീറ്ററും ഏകദേശം അതേപോലെയൊക്കെ തന്നെ. 2019 2019 മോഡൽ. ഓണർഷിപ്പ്? ഫസ്റ്റ് ഓണർഷിപ്പ്. 1.10 കൊണ്ട് വണ്ടി ഓടിയതാണ്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് വൃത്തിയാണല്ലോ കൊടുക്കുന്ന റേറ്റാ. അപ്പോൾസ്റ്ററി എല്ലാം പുതിയത്, പെയിൻറ്റ് പുതിയത് ചെയ്തിട്ടുണ്ട്, മെക്കാനിക്കൽ എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. വണ്ടി നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന റേറ്റാണ് പറഞ്ഞത്. എത്ര? ഇത് 2.85. 2.85. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് പെയിന്റ് റീപെയിന്റ് ചെയ്തേക്കല്ലേ? റീപെയിന്റ് ഫുൾ ചെയ്തതാണ്. ഫുൾ ചെയ്ത അത് വണ്ടിയുടെ നമ്മൾ ഫുള്ള് പണി ചെയ്തതാണ്. ഇതൊക്കെ എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇതൊക്കെ 1.80 ഫിനാൻസ് കിട്ടും. അത്രയും കിട്ടും. 2014 വണ്ടിയാണ്. അല്ല സോറി, 2016 രജിസ്ട്രേഷൻ, 15 മാനുഫാക്ചറിങ് ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. എന്ത് ഓടിയിട്ടുണ്ട്? ഒന്ന് കഴിഞ്ഞ്. ഒന്ന് കഴിഞ്ഞ്. ജീത്തോ എന്ന് പറഞ്ഞാൽ ഒന്നും കഴിയുന്നില്ലെന്ന് പറയുന്ന മോശമല്ലേ? അതെ, ഓട്ടോ ഓടും നല്ലപോലെ. ഓടാനായിട്ട് എടുക്കുന്ന വണ്ടിയല്ലേ. ഓക്കെ. എത്ര ചോദ്യം? എത്ര? ഇത് നമ്മൾ ഇൻഷുറൻസ് ടെസ്റ്റ് ചെയ്ത് 2 മാസത്തോളം ഉണ്ട്. പുതിയ ടെസ്റ്റ് ചെയ്ത് നമ്മൾ പേരുമാറി കൊടുക്കുന്ന 2.5 വില. 2.5. ഇത് 2014 11 മാസം വണ്ടിയാണ്. ഇത് ലൈഫ് ടാക്സി വണ്ടിയാണ്, 5 സീറ്റ് വണ്ടിയാണ്. ഉള്ള പണികൾ മൊത്തം ചെയ്ത വണ്ടിയാണ്. പണികളുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, മൊത്തം ചെയ്ത് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ചെയ്തു. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിരിക്കുക. വണ്ടി ഞാൻ കൊള്ളാം, വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നീറ്റാണ്, കുഴപ്പമില്ല. സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1.25. 1.25. ഈ സംഭവം വെള്ളിമുങ്ങ എന്ന് പറഞ്ഞാൽ മൊത്തം കട്ടട്ടാറാണോ? കട്ട ബാക്കിൽ അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാൻ ചിലവരിടും. ഇതൊക്കെ പുതിയ ടയറാണ്, അതിൻ്റെയൊക്കെ പുതിയ ടയറാണ്. അല്ല, ഞാൻ ചോദിച്ചത് കട്ട ടയറാണോ മൊത്തം? അല്ലല്ല, നമ്മളൊരിക്കലും ഇടത്തില്ല. ഞാനിടുന്ന ടയർ ഫ്രണ്ട് ഏതായാലും പുതിയത് ഇടും. കട്ട ഇടത്തില്ല? ഇല്ല. അപ്പം ഇപ്പം ഈ കട്ട ടയർ കാണുന്നത് മാർക്ക് കൊടുക്കുമോ അതോ അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്? അങ്ങനെ. ഇതിപ്പം കട്ട ടയറെന്ന് പറഞ്ഞ് ബാക്കിലൊന്നും വരുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല. ഇല്ല. ഇത് 2013 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെയും കംപ്ലീറ്റ് പണികൾ ചെയ്ത് നല്ല പുതിയ പെയിൻറ്റ്, അപ്പോൾസ്റ്ററി, പിന്നെ എല്ലാ കാര്യങ്ങളും മെക്കാനിക്കൽ എല്ലാം ചെയ്തിട്ടു. വണ്ടി ആ ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. ഇൻഷുറൻസ് ഡിസംബറിൽ തീരും. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കൊടുക്കുന്നത് 1.5 രൂപ, അല്ലെങ്കിൽ 1.40. 1.40. വണ്ടി ആ ക്വാളിറ്റിയിൽ കിടക്കുന്ന വണ്ടിയാണ്. എഞ്ചിനൊക്കെ അത്ര സൈലൻ്റാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ലാസ്റ്റ് പ്രൈസ് ആണ് 1.40. നമ്മൾ ഇൻഷുറൻസ് എടുത്ത് കൊടുത്താൽ 1.50. 1.50. ഓക്കെ. പേര് മാറി കൊടുക്കുന്ന റേറ്റാണ് പറയുന്നത്. പറയത്തൊക്കെ വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല. എന്ത് അപാകത ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അതേത് വണ്ടിയുടെ ഈ വില പറയുന്ന മൊത്തം നമ്മൾ അപാകതകളില്ലാതെ കൊടുക്കുന്ന റേറ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏകദേശം ഒരു 1.25 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തു തന്നെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.